ടീച്ചർ ക്ലാസ്സിൽ വന്നതിന് ശേഷം കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും ഒരു പേപ്പർ എടുക്കുക. അതിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ ഭാവിയിൽ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം എഴുതി വെക്കുക. മറുഭാഗത്ത് നിങ്ങളുടെ പേരെഴുതുക. അതിനുശേഷം എന്തുകൊണ്ട് നിങ്ങൾ അതായി തീരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം വിശദമായിട്ട് എഴുതുക എന്നുള്ളത്. എല്ലാ കുട്ടികളും എഴുതി. ടീച്ചർ ഓരോ പേപ്പറും കയ്യിൽ വാങ്ങിച്ചു കഴിഞ്ഞ ശേഷം വായിച്ചു. ഓരോന്നിലും എഴുതി വെച്ചിരിക്കുന്നു, അധ്യാപികയാവണം, ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, IAS ഓഫീസർ ആവണം, പോലീസുകാരനാവണം, ഇങ്ങനെ ഒരുപാട് താല്പര്യങ്ങൾ. അതിനിടയ്ക്ക് ടീച്ചർ ഒന്ന് പകച്ചുപോയി. ഒരു കുട്ടി എഴുതി വെച്ചിരിക്കുന്നു, എനിക്ക് ഒരു TV ആവണം. ടീച്ചർ മറുഭാഗത്ത് നോക്കി കൗതുകത്തോടെ. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ ഒരു TV ആയി കഴിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവും. ഞാൻ TV ആയി കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ ആരെങ്കിലും വിരുന്ന് വന്നു കഴിഞ്ഞാൽ പോലും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ TV ആയി കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞാൽ എന്റെ അമ്മ കരയും, ഞാൻ ചിരിച്ചാൽ അമ്മ ചിരിക്കും. ഇങ്ങനെ അക്കമിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരുപാട് കാരണങ്ങൾ. ടീച്ചറുടെ കണ്ണ് നിറഞ്ഞു. ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോയി. കണ്ണുനീർ തോരാതെ വൈകുന്നേരം വീട്ടിലെത്തുന്ന സമയത്ത് ഭർത്താവ് ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭർത്താവിനെ തോണ്ടി വിളിച്ചതിന് ശേഷം ടീച്ചർ പറഞ്ഞു, ഇത് കണ്ടോ എഴുതി വെച്ചിരിക്കുന്നത്? ഭർത്താവ് പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും എഴുതട്ടെ, അതിന് നമുക്കെന്താ എന്ന് ചോദിച്ചു. ടീച്ചർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആരെങ്കിലുമല്ല, ഇത് നമ്മുടെ മകൻ നിഖിൽ എഴുതിയതാണ് എന്നുള്ളത്. ഞാൻ ഈ കഥ നിങ്ങളോട് പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വന്ന വിവാദമായൊരു പ്രസ്താവനയാണ്. ഈ പ്രസ്താവന നടത്തിയതാകട്ടെ കേരള ഹൈക്കോടതിയുടെ ജഡ്ജ് കമൽ പാഷയാണ്. എറണാകുളം പ്രസ് ക്ലബ്ബിൽ ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, നമ്മുടെ ടെലിവിഷൻ സീരിയലുകൾ സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ പുറത്തുവിടാവൂ എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ കാരണം, ടെലിവിഷൻ സീരിയലുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല ചിത്രങ്ങളും അബോർഷൻ, ഡൈവോഴ്സ്, പെൺപക ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ വളരെ വികൃതമായി ചിത്രീകരിക്കുന്ന കാര്യം ആണ് അതിനകത്തുള്ളത്. സ്ത്രീകൾ പക പോക്കുന്നവരാണ് എന്നുള്ളതും സ്ത്രീകൾ ചതിക്കുന്നവരാണ് എന്നുള്ളതും ചിത്രീകരിക്കുന്ന ധാരാളം ചിത്രങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടമ്മമാരാവട്ടെ വൈകുന്നേരമായി കഴിഞ്ഞാൽ എപ്പോഴും ടെലിവിഷൻ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ടെലിവിഷന്റെ മുന്നിലാണ്. ഈ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടാവും. ആ കുട്ടികൾ പുസ്തകം മാറ്റിവെച്ച് അമ്മയോടൊപ്പം അല്ലെങ്കിൽ അമ്മൂമ്മയോടൊപ്പം ഈ ടെലിവിഷൻ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ഇതാണ്. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹം എന്ന് നമ്മുടെ കുട്ടികൾ തെറ്റിദ്ധരിക്കുന്നു. കുഞ്ഞു മനസ്സുകളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, ഒരുപാട് സംശയങ്ങളുണ്ടാവും. അവരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും എല്ലാം അവർ ഉത്തരം കണ്ടെത്തുന്നത് ഈ ടെലിവിഷൻ സീരിയലുകളിൽ നിന്നാണ്. കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നത് എല്ലാ കുടുംബങ്ങളിലും എപ്പോഴും പ്രശ്നമാണ് എന്നുള്ളതാണ്. പകപോക്കുന്നവരാണ് അമ്മമാർ എന്നവർ തെറ്റിദ്ധരിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വിതയ്ക്കുകയാണ് ഇത്തരം ടെലിവിഷൻ സീരിയലുകൾ ചെയ്യുന്നത്. കുട്ടികളെ കാണിക്കാവുന്ന ധാരാളം ടെലിവിഷൻ പ്രോഗ്രാംസ് ഉണ്ട്. നാഷണൽ ജിയോഗ്രഫി ചാനൽ, അതുപോലെ തന്നെ ഡിസ്കവറി ചാനൽ തുടങ്ങിയതിനകത്ത് വരുന്ന സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസ്, ഫിക്ഷൻസ്, ഇതൊക്കെ നമ്മുടെ കുട്ടികളെ നമുക്ക് കാണിക്കാം. അവരുടെ ബുദ്ധിയെ നമുക്ക് വികസിപ്പിക്കാം. ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് മനോഹരമായൊരു ചിത്രം ഫേസ്ബുക്കിലിട്ടു. അത് നമ്മളെ ചിന്തിപ്പിക്കുന്ന, ഉണർത്തുന്ന ഒരു ചിത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ നിന്നും FB ജോലിക്കിടയിൽ നിന്നും അദ്ദേഹം ലീവെടുത്ത് ഏതാനും ദിവസം പ്രായമായ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ കുഞ്ഞിന്റെ മുമ്പിൽ പുസ്തകം വായിക്കുന്ന മനോഹരമായൊരു ചിത്രം. ആ ചിത്രം നമ്മളെ ചിന്തിപ്പിക്കും. നാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ട് എന്ന് നമ്മൾ സ്വയം ചോദിക്കും. നാം ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. വളർന്നുവരുന്ന നമ്മുടെ കുട്ടികളുടെ കൂടെ നാം കൂടുതൽ സമയം ചെലവഴിക്കണം. അവർക്ക് ആവേശമുണ്ടാക്കുന്ന, അവരുടെ മനസ്സിനെ ഉണർത്തുന്ന കഥകൾ പറഞ്ഞുകൊടുക്കണം. അത്ഭുതമുണ്ടാക്കുന്ന കഥകൾ, വിസ്മയം ജനിപ്പിക്കുന്ന കഥകൾ. എസ് ഗുപ്തൻ നായർ പറഞ്ഞതുപോലെ, അത്ഭുതമാണ് എല്ലാ രസങ്ങളുടെയും ഉത്ഭവസ്ഥാനം എന്നൊരു ഭാരതീയ സിദ്ധാന്തമുണ്ട്. അത്ഭുതം കാണുമ്പോൾ നമ്മുടെ മനസ്സ് വികസിക്കുന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് വികസിക്കട്ടെ, വളരട്ടെ, ഉണരട്ടെ.